PC ജോർജ് ഒടുവിൽ മുസ്ലിങ്ങൾക്കെതിരായി വിദ്വേഷ പരാമർശം ജനം TV-യിൽ നടത്തിയ PC ജോർജിന്റെ മുൻകൂർ ജാമ്യാപേക്ഷ കോടതിയിൽ തള്ളിയ പശ്ചാത്തലത്തിൽ അദ്ദേഹം ഒളിവിൽ പോയിരിക്കുകയാണ്. ഇദ്ദേഹം ഇത്രയും കാലം ഇയാളുടെ വായിൽ നിന്ന് വരുന്നതെല്ലാം വിദ്വേഷ പ്രശ്നങ്ങൾ തന്നെയാണ്. ഒരുപാട് പിണറായിയെയും കുടുംബത്തെയും ദ്രോഹിച്ചു. അന്നൊന്നും നീതി എടുത്തില്ല. പിന്നീട് ഇദ്ദേഹത്തിന് കൂടുതൽ ഭ്രാന്തായത് പൂഞ്ഞാറിൽ ഇദ്ദേഹം തോറ്റതിന് ശേഷമാണ്. പൂഞ്ഞാറിൽ തോറ്റതിന് ശേഷം എല്ലാ മുസ്ലിങ്ങളെയും ഇയാൾ അവഹേളിക്കുന്ന സമീപനമാണ് എടുത്തത്. ഇതിനു മുന്നേ തന്നെ 3-4 കേസുണ്ടായിരുന്നു. അതുകൂടാതെയാണ് ഇപ്പോൾ ലാസ്റ്റ് ജനം TV-യിൽ വന്നിരുന്ന ഇന്ത്യയിലെ എല്ലാ മുസ്ലിങ്ങളും തീവ്രവാദികളാണെന്നും പാകിസ്ഥാനിൽ പോകേണ്ടവരാണെന്നും ഇദ്ദേഹം വീരവാദം മുഴക്കിയത്. എന്നിട്ട് ഇദ്ദേഹം കീഴ്ക്കോടതിയിൽ ജാമ്യത്തിന് പോയി, അവിടെ നിന്ന് കിട്ടിയില്ല. ഹൈക്കോടതിയിൽ ജാമ്യത്തിന് പോയി, അവിടെ നിന്ന് കിട്ടിയില്ല. അപ്പോൾ ജാമ്യത്തിൽ തള്ളിയപ്പോൾ ഇന്ന് നമ്മുടെ പ്രിയങ്കരനായ നേതാവ് LDF-ന്റെ മുഖ്യമന്ത്രി ആഭ്യന്തര വകുപ്പ് കൈകാര്യം ചെയ്യുന്ന മന്ത്രി പോലീസ് മീറ്റിംഗ് നടത്തി ഇദ്ദേഹത്തെ എത്രയും പെട്ടെന്ന് അറസ്റ്റ് ചെയ്യുവാൻ നിർദ്ദേശിക്കുകയാണ് ഉണ്ടായത്. പക്ഷെ അദ്ദേഹം കടന്നു കളഞ്ഞു, ഒളിവിലാണ്. എന്തു തന്നെയായാലും കേരള പോലീസ് മിടുക്കന്മാരാണ്. ഇങ്ങനെയുള്ള ആളുകൾക്ക് സമൂഹത്തിൽ നല്ല ശിക്ഷ കിട്ടിയാൽ വീണ്ടും പരസ്യമായി വർഗീയത പറയാൻ ആരും ധൈര്യപ്പെടുകയില്ല. ഇത് ശിക്ഷ കിട്ടാത്തത് കൊണ്ടാണ് വന്ന് ആളുകൾ, മുസ്ലിമായാലും ക്രിസ്ത്യാനിയായാലും ഹിന്ദുവായാലും ആരായാലും ഈ യാതി വർഗീയ പരാമർശങ്ങൾ നടത്തുന്നത്. ഇങ്ങനെ പരാമർശങ്ങൾ നടത്തുന്നവർക്ക് തക്കതായ ശിക്ഷ നിയമത്തിന്റെ വഴിക്ക് കിട്ടിയാൽ പിന്നെ ഇവിടെ ഈ വർഗീയത ഉണ്ടാകില്ല. മനസ്സിലുണ്ടാവും, പക്ഷെ പരസ്യമായി പ്രകടിപ്പിക്കില്ല. അതുകൊണ്ട് എത്രയും വേഗം നമ്മുടെ PC ജോർജിനെ അറസ്റ്റ് ചെയ്യാൻ കേരള പോലീസിന് കഴിയട്ടെ. കേരള പോലീസിന് ബിഗ് സല്യൂട്ട് പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. കൈതപ്പള്ളി ചാനൽ. ബൈ.